ഞങ്ങൾ ഇന്നലെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അവരെ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അമ്മയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തത് സരയു, അൻസിബ, ബിനു മോഹൻ എന്നിവരായിരുന്നു. ഫോണിലൂടെ ഞങ്ങൾ ശ്രീ മോഹൻലാലുമായിട്ട് സംസാരിച്ചു, ശ്രീ ജയൻ ചേർത്തലയായിട്ടും സംസാരിച്ചു. അപ്പം ഞങ്ങൾ അവരോട് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ തരത്തിൽ സിനിമാ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മളുടെ തൊഴിലിടം ലഹരി മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു അവർ. ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധകമാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മേക്കപ്പ് മാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, RJ വയനാട്, അയാളെ ലഹരിയുമായി അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ആ ദിവസം തന്നെ അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹം വർക്ക് ചെയ്ത സിനിമ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്, കോതമംഗലത്ത് അല്ലേ, ടിക്കി ടാക്ക. അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എതിരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനൊരു ആക്ടറിൽ നിന്ന് ഇതുണ്ടാകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ട് മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം 45% കുറഞ്ഞിട്ടുണ്ട്. 45% കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ്? മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതുചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പഴിചാരിച്ചിട്ട് കാര്യമില്ല.